ഹല്ലേലൂയ. അവൻ അരുളപ്പാട് കിട്ടി, പുറപ്പാട് കിട്ടി, ലക്ഷ്യം കിട്ടി, ഉപദേശം കിട്ടി, ദൈവമായിട്ട് സംസർഗം കിട്ടി, ദൈവത്തിന്റെ കരുതൽ കിട്ടി. എന്താ കിട്ടി? ദൈവത്തിന്റെ ഹല്ലേലൂയ കരുതൽ. എന്തുവാ? മഴ തീർന്നു, ഇനി വെള്ളം കുടിക്കാൻ വക ഇല്ല. ഇരുന്ന കൊമ്പ് വെട്ടി പുള്ളി, ഇരുന്ന കൊമ്പങ്ങ്. കാരണം പുള്ളി താമസിക്കേണ്ട ഏത് സ്ഥലത്താ? അതേ സ്ഥലത്താ പുള്ളിക്കാരൻ താമസിക്കേണ്ടത്. അവിടുത്തെ വെള്ളമാണ് വറ്റിച്ചത്, അവിടുത്തെ മഴയാ നിർത്തിയേ. കാര്യം അവനറിയാം, ഏത് മഴ നിന്നാലും എനിക്ക് വേണ്ടി മാത്രമായി കരുതുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. മഴ നിൽക്കട്ടെ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകട്ടെ, പെട്രോളിന് വില കൂടട്ടെ, അവിടെ അത് സംഭവിക്കട്ടെ, ഇവിടെ ഇത് സംഭവിക്കട്ടെ, ആ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ, ഈ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ, നിനക്ക് വേണ്ടി പ്രത്യേക കരുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, കാക്ക ആർക്കും ഭക്ഷണം കൊടുത്ത ചരിത്രമില്ല, എന്നാൽ നിന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തം. ഹല്ലേലൂയ. കാക്ക ആർക്കും ഭക്ഷണം കൊടുത്ത ചരിത്രമില്ല, എന്നാൽ ഏലിയാവിന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. വെള്ളത്തിൽ വീണ ഇരുമ്പ് പൊങ്ങി വന്ന ചരിത്രമില്ല, എന്നാൽ എലീശയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. പച്ചവെള്ളം വീഞ്ഞായ ചരിത്രമില്ല, എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ, കാനാവിലെ കല്യാണ വീട്ടിന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അയ്യോ, അവിടുത്തെ ജാനകിയെ ഒരു ചെറിയ പനി വന്നതേ ഉള്ളൂ, ആ പനി പിടിച്ച് ചത്തുപോയി. എനിക്കും പനിയാ, ഞാനും ചത്തുപോകും. ഹല്ലേലൂയ. അയ്യോ, ആ അവിടുത്തെ വീട്ടിലെ ആ സഹോദരന് എന്തോ ചില ക്യാൻസറിന്റെ ആരംഭമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്കവാറും 2 വർഷം കഴിഞ്ഞ് മരിക്കും. അതുപോലെ എനിക്ക് സംഭവിക്കും എന്നല്ല നീ പറയേണ്ടത്. ഹല്ലേലൂയ. അവിടെ ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസർ 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് ജീവിതങ്ങളെ മരിപ്പിക്കുമെങ്കിൽ എൻ്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ക്യാൻസറോട് കൂടെ വർഷങ്ങൾ ആരോഗ്യവാനായി ഞാൻ മുന്നോട്ട് പോകും, ജയത്തോടെ മുന്നോട്ട് പോകും. ക്യാൻസർ കോശങ്ങളെ കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് ജയത്തോടെ ചുവടുകൾ മുന്നോട്ട് വെച്ച് ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ കാര്യത്തിൽ നിയമങ്ങൾ വ്യത്യസ്തമാണ്, എൻ്റെ കാര്യത്തിൽ ദൈവപ്രവൃത്തി വ്യത്യസ്തമാണ്, എൻ്റെ കാര്യത്തിൽ ദൈവിക കരുതൽ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന് കരുതൽ കിട്ടി, പുറപ്പാട് കിട്ടി, ഏലിയാവിന് അരുളപ്പാട് കിട്ടി, ദൈവിക സംസർഗം കിട്ടി, ലക്ഷ്യം കിട്ടി, ഉപദേശം കിട്ടി. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, കെരീത്ത് തോട്ടിലേക്ക് പോയി. അവിടെ എന്താ? ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കുകയാണ്. എന്താ? രാവിലെയും വൈകിട്ടും ആഹാരം കൊണ്ട് കൊടുക്കാൻ. ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ 4 നേരം ആഹാരം കഴിക്കും. രാവിലെ, ഉച്ചയ്ക്കും, വൈകിട്ടും, രാത്രിയും ആഹാരം കഴിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവിക കരുതൽ എന്താണ്? രാവിലെയും വൈകിട്ടും മാത്രം. കാക്ക രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കും. ഹല്ലേലൂയ. രാവിലെയും വൈകിട്ടുമേ ആഹാരമുള്ളൂ, അതും മതി. ദൈവം തരുന്നത് അതും മതി. അത് ദാഹവും വിശപ്പും തീർക്കും. അല്പമേ ഉള്ളുവെങ്കിലും അത് നിന്നെ ജയത്തോടെ നടത്തും, അത് നിന്നെ ആരോഗ്യവനാക്കും. 4 നേരവും 6 നേരവും ആഹാരം കഴിക്കുന്നവൻ ക്ഷീണിച്ച് അവശനാകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയരും. ദൈവം തരുന്ന ആഹാരം മതി, ദൈവം തരുന്ന നന്മ മതി, ദൈവം തരുന്ന പുറപ്പാട് മതി. പിശാച് തരുന്നത് വേണ്ട, ലോകം തരുന്നത് വേണ്ട. ദൈവം തരുന്നത് ഏറ്റെടുത്താട്ട് അത് നിന്നെ ജയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, പല ദിവസങ്ങൾ ഈ കാക്ക എന്തുകൊണ്ട് കൊടുത്തു? അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തു. ഒരു ദിവസമെങ്കിലും പറഞ്ഞു, കർത്താവേ, ഈ കാക്കയെ കൊണ്ടുള്ള പരിപാടിയേ ഉള്ളോ? ഈ അപ്പവും ഇറച്ചിയേ ഉള്ളോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും അവൻ മനുഷ്യനായോട് ചിന്തിച്ചു കാണും. കാരണം മനുഷ്യനല്ലേ, അല്ലേ? ചിന്തിച്ചു കാണും. കർത്താവേ, എല്ലാ ദിവസവും അപ്പം ഉറച്ചാണല്ലോ കർത്താവ്, ബോറടിക്കാനല്ല, വല്ലാതെ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ കർത്താവേ, ഇന്ന് പുട്ടും പയറും പപ്പടം ആകട്ടെ എന്നൊക്കെ അവൻ ചിന്തിച്ച് കാണും. പക്ഷെ മാറ്റമില്ല, അപ്പവും ഇറച്ചിയും. ഞാനൊരു കാര്യം പറയട്ടെ, ചില ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൂതൻ ആഹാരവുമായിട്ട് അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഓ, ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരികയാണ്. ദൂതൻ സ്വർഗീയ ആഹാരവുമായിട്ട് നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഇന്ന് കഷ്ടമാണ്, നഷ്ടമാണ്, പരാജയമുണ്ട്, അത് മാറുകയാണ്. എന്നും പരാജയമല്ല, എന്നും തടസ്സമല്ല, എന്നും നിരാശയല്ല, എന്നും തകർച്ചയല്ല. അനുഗ്രഹത്തിന് ദിനങ്ങൾ വരുന്നുണ്ട്, വിടുതലിന്റെ ദിനങ്ങൾ വരുന്നുണ്ട്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവകരം, സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് കരം നിനക്ക് വേണ്ടി മാത്രം ചലിക്കാൻ പോവുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ. ഏലിയാവ് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ദൂത് പറഞ്ഞ ദിവസം കഴുത്തറ്റം വെള്ളം ഉണ്ടായിരുന്നു. രണ്ടാം ദിവസം ആയപ്പോൾ എത്രയായി? ഇവിടം വരെ വെള്ളമായി. മൂന്നാം ദിവസം ആയപ്പോഴോ അരവരെ വെള്ളമായി. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, വെള്ളം കുറയോ, വെള്ളം കുറയോ, വെള്ളം കുറയോ. എന്തോ ചെയ്യും, എന്തോ ചെയ്യും? വെള്ളം കുറയോ? വെള്ളം കുടിക്കാൻ ജീവിക്കാനോ? ഹല്ലേലൂയ. ആവലാതിപ്പെട്ടില്ല. അത്തോട് വറ്റുന്നത് വരെ, എന്ന് വരെ വെള്ളം കിട്ടുമോ അന്ന് വരെ കൂളായിട്ട്, ഹല്ലേലൂയ, ഒരു ടെൻഷനും കൂടാതെ ആ വെള്ളവും കുടിച്ച് ആപ്പവും കഴിച്ച് ആ ഇറച്ചിയും കഴിച്ച് സന്തോഷവാനായിട്ട് മുന്നോട്ട് പോയി. കാര്യമെന്താ? അവനറിയാം കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവത്തിന് എന്നെ പരിപാലിക്കുവാൻ കഴിയും. ക്ഷാമകാലത്തും ക്ഷേമമായി പോഷിപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഒരു വഴി അടഞ്ഞാൽ 7 വഴി എനിക്ക് വേണ്ടി അവൻ തുറക്കും. 7 വഴി അടഞ്ഞാൽ ഒരു വഴി തുറന്നിട്ട് 7 വഴിയിൽ കൂടെ വരാനുള്ളത് ഒരു വഴിയിൽ കൂടെ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന വിശ്വാസം ഏലിയാവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസം കുറയല്ലേ മക്കളെ? ഹല്ലേലൂയ. ഒരു വഴി അടഞ്ഞാൽ 7 വഴികൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്നാൾ സഹായിച്ചില്ലെങ്കിൽ, അവൻ സഹായിച്ചില്ലെങ്കിൽ ഒരു പുതിയ വഴി, ഒരു പുതിയ വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് നിനക്ക് അനുഗ്രഹമായി തിരുവാൻ തക്കണം. ദൈവത്തിന് കഴിവുണ്ട്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവത്തിന്റെ അടുത്ത പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം ആദാമിനോട് പറഞ്ഞു, നിനക്ക് തക്ക തുണ ആവശ്യമുണ്ട്. നീ എന്ത് ചെയ്യണം? ഒന്നിനെ തിരഞ്ഞെടുക്കണം. അവനെ ഇരുത്തി അവിടെ ഇരിക്കുക, നീ അവിടെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? കാക്കയും പൂച്ചയും പട്ടിയെല്ലാം എന്ത് ചെയ്തു? മുമ്പിൽ കൂടെ. ഇല്ലാത്ത കാര്യമൊന്നുമല്ല കേട്ടോ, വായിച്ച ഉള്ള കാര്യം. ഹല്ലേലൂയ. കാക്കയും പൂച്ചയും പട്ടിയും സിംഹവും ആനയൊക്കെ. പക്ഷേ അവൻ നോക്കിയപ്പോഴ് അവന് തക്കതായിട്ട് ഒന്നിനെയും കണ്ടില്ല. മൃഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ നോക്കിയപ്പോൾ അറ്റം കാണാം. എന്ന് പറഞ്ഞാൽ തീരാറായി. മനസ്സ് പറയൂലേ, എടാ എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോടാ, ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് സമാധാനപ്പെട്ടിരിക്കടാ, ഏതെങ്കിലും എടുക്കടാ, എടാ തീരാറായടാ, എടാ തീരാറായി, ഏതെങ്കിലും എടുക്കടാ എന്ന് ആര് പറയും? തല പറയും. എന്നാൽ അത് കേൾക്കുവാൻ അവൻ തയ്യാറായില്ല. അവനറിയാം അവനെ സൃഷ്ടിച്ച ദൈവത്തിന് അവനെ പോലെ ശ്രേഷ്ഠമായ ഒന്നിനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് കൊടുക്കുവാൻ കഴിയും എന്ന വിശ്വാസം ദൈവം വിശ്വാസം കൊടുത്ത് അവന്റെ സ്വരൂപത്തിൽ അവന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മൃഗത്തെ കല്യാണം കഴിച്ചില്ല, അവൻ കോഴിയെ കല്യാണം കഴിച്ചില്ല. ദൈവകരത്തിനു വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറായി. ഹല്ലേലൂയ. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തുവായിരുന്നു? പട്ടിയെ കൊണ്ട് നടക്കേണ്ടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മനോഹരമായതിനെ സൃഷ്ടിച്ചുകൊണ്ടാക്കത്തക്കവണ്ണം വിശ്വസിക്കാൻ ആദാം തയ്യാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോട് വറ്റിക്കൊണ്ടിരുന്നു, തോട് വറ്റി. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി, നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എങ്ങോട്ട് പോകണം? സാരഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് പോകണം. ഓ, എലിയാവ് രക്ഷപ്പെട്ടു. ഓ, അപ്പവും ഇറച്ചിയും ഈ തോട്ടിലെ കലങ്ങിയ വെള്ളവും, ഓ രക്ഷപ്പെട്ടു. എന്താ ദൈവം പറഞ്ഞെന്താ? ഞാൻ നിന്നെ പുലർത്താൻ വേണ്ടി ആ വിധവയോട്, ഓ ഏതോ പണക്കാരിയെ ദൈവം ഏർപ്പാടാക്കി, ഏതോ ഗൾഫുകാരിയെ, ഏതോ അമേരിക്കക്കാരിയെ ദൈവം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാമോ? ഒരു പിച്ചക്കാരി വിധവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വിറക് പിറക്കുകയാ. എന്തിനാ? അവൾക്കും മകനും കൂടെ അപ്പം ഉണ്ടാക്കിയിട്ട് മരിക്കാൻ വേണ്ടി 2 വിറക് പിറക്കുന്ന ഒരു പിച്ചക്കാരി വിധവ. എന്നാൽ ദൈവം എന്താ പറഞ്ഞത്? നിന്നെ പുലർത്താൻ വേണ്ടിയാ ഈ പിച്ചക്കാരിയെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. ഓ, ഇവിടെ കലത്തിലെ മാവ് കുറയാതെ, കലശത്തിലെ എണ്ണ കുറയാതെ ആക്കിയിട്ട് നിന്റെ അഹോവൃത്തിക്ക് വേണ്ടിയാണ് ഇവളെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. വിശ്വസിച്ചാട്ട് ദൈവത്തിന് ആരെയും ഉയർത്താൻ കഴിയും. ആരും ചെറുതല്ല. നീ ഇന്ന് ചെറുതായിരിക്കുന്നുവെങ്കിൽ അല്പ ദിവസം കഴിയുമ്പോൾ നീ വളരുകയാണ്. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കുറവ് വരുത്താതെ കലശത്തെ നിറയ്ക്കുകയാണ്. നിന്നെ മാവുഴയ്ക്കുന്ന തൊട്ടിയെ നിറയ്ക്കുകയാണ്. നിന്നെ അനുഗ്രഹമാക്കി മാറ്റിയിട്ട് നിന്നെ തേടി വന്ന എല്ലാവർക്കും നീ അനുഗ്രഹമായി മാറുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഓ ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശുശ്രൂഷകന്മാരെ, നിങ്ങൾ കാണുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഒരു സാധാരണക്കാരായിരിക്കാം. എന്നാൽ അവർ സാധാരണക്കാരല്ല. ചില ദിവസങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ദൈവം ഉയർത്തിയിട്ട് അവർ മുഖാന്തരം നീ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരും ചെറുതല്ല, ആരും ചെറുതല്ല. പിച്ചക്കാരനായിട്ട് പിച്ചക്കാരിയായിട്ട് ആരെയും തള്ളിക്കളയരുത്. പണമില്ലാത്തവനായിട്ട് കുടുംബശ്രേഷ്ഠത ഇല്ലാത്തവനായിട്ട് ആരെയും തള്ളിക്കളയരുത്. ദൈവത്തിന് ആരെയും ഒരു നിമിഷം കൊണ്ട് ഉയർത്തുവാൻ കഴിയും. അവന്റെ കയ്യിൽ ഹല്ലേലൂയ ഒരു പാനപാത്രമുണ്ട്, അത് നിറഞ്ഞു കവിയുകയാണ്. ആ പാനപാത്രം എങ്ങോട്ടെങ്കിലും ചരിഞ്ഞാൽ ഹല്ലേലൂയ അവൻ ഒരുത്തനുമേൽ വീണാൽ അവൻ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് അല്ല, ഒരു നിമിഷത്തിന്റെ ഏറ്റവും ചെറിയ സമയം കൊണ്ട് അവൻ ഉയർത്തപ്പെടുകയാണ്. ആരും ചെറുതല്ല. ദൈവത്തിന് ആരെയും ഉയർത്താൻ കഴിയും. അവരെ കൊണ്ട് നിന്നെ പോഷിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു യൂറോപ്പിലെ ഒരു പട്ടണത്തിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ എനിക്ക് വരുവാനിടയായി. ഹല്ലേലൂയ. ആ ടെലിഫോൺ കോൾ വന്നപ്പോൾ ഞാൻ